ഇപ്പോൾ നാദിര കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നാദിരയും ഒരു ബിഗ് ബോസിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ കയറി പറ്റിയ ഒരാളാണ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ സ്ക്രീനിലൊക്കെ വരുന്ന ഒരാളാണ് നാദിര. ഒരു സീസൺ കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സീസൺ കൂടി കഴിഞ്ഞപ്പോൾ ഈ PR എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഏറ്റവും എക്സ്ട്രീംസിലേക്ക് പോയി. അവനവനെ ജയിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റൊരാളെ തോൽപ്പിക്കാനും മറ്റൊരാളെ ആക്രമിക്കാനുമുള്ള ടൂളൊക്കെ ആയി മാറുന്നിടത്താണ് ഇങ്ങനെ ഒരു ചർച്ചയും സംഭാഷണവും ഒക്കെ വേണ്ടി വരുന്നത്. ഈ സീസൺ മൊത്തത്തിൽ ഒരു PR കളിയായിരുന്നു എന്ന് നാദിരയ്ക്ക് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ സീസൺ വരെ കണ്ടപ്പോഴും ഈ PR-ന്റെ ബലം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പലപ്പോഴും ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ ഇടയിലാണ് നമുക്ക് ഈ വർഷം PR, അതും സാമ്പത്തികമായ ശേഷിയുള്ള ഒരു കണ്ടസ്റ്റന്റിന് മാത്രം വിജയിക്കാൻ സാധിക്കുന്ന ഒരു ഷോ ആയിട്ട് മാറുന്നുണ്ടോ എന്നുള്ളൊരു പേടി കൂടിയുണ്ട്. കാരണം നാളെ ഒരു സാധാരണക്കാരന് ബിഗ് ബോസിനകത്തേക്ക് കടക്കുന്ന സാമ്പത്തികമായിട്ട് ഭദ്രതയില്ലാത്തൊരു മനുഷ്യന് എങ്ങനെയാണ് ഒരു വിന്നറിന്റെ സ്ഥാനത്തേക്ക്? പക്ഷേ അത് പറയുമ്പോൾ ഇതില് ഫൈനലിസ്റ്റായി വന്ന അനീഷ് ഒരു കോമണർ ആയിട്ടാണ് അവിടെ വന്നത്. അനീഷ് ജോലിയിൽ നിന്ന് മാറി നിന്ന് ബിഗ് ബോസിന് വേണ്ടി ശ്രമിച്ച് ബിഗ് ബോസിലേക്ക് കയറി പറ്റിയ ഒരു സാധാരണക്കാരനായിട്ടാണ് അവിടെ വന്നത്. അനീഷിനും ഉണ്ടായിരുന്നില്ലേ PR അനീഷിന് വേണ്ടി? അതോ അനീഷിന്റെ PR വളരെ നാച്ചുറൽ ആണെന്ന് നാദിര വിചാരിക്കുന്നുണ്ടോ? ഇല്ല, അനീഷിനും PR ഉണ്ടായിരുന്നു. വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു PR തന്നെയായിരുന്നു അനീഷിനും ഉണ്ടായിരുന്നത്. അനീഷിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി ആ PR നടത്തിയിട്ടില്ല. അതിനപ്പുറത്തേക്ക് മറ്റുള്ള എല്ലാ സോഴ്സുകളും എനിക്ക് തോന്നുന്നു വളരെ പേഴ്സണലി അറിയുന്ന ആളുകളടുത്ത് അടക്കം അനീഷിന്റെ സുഹൃത്തുക്കള് ഈ പറഞ്ഞ പോലെ വോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുമെന്ന് ചോദിച്ചടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ്. അപ്പം PR അനീഷിന് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അനീഷും കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ ഷോ കാണുന്ന ഒരാളാണ്. PR-ന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയൊക്കെ നടത്താമെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ്. അപ്പൊ അനീഷിന് PR ഇല്ല എന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷെ അതിനുശേഷം വന്നിട്ടുള്ള മറ്റു മത്സരാർത്ഥികളൊക്കെ നമുക്ക് പലപ്പോഴും പല എവിക്ഷനുകൾ പോലും പലപ്പോഴും അൺഫെയർ ആയിട്ട് തോന്നിയത് ആ വ്യക്തികൾക്കൊന്നും PR ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർ ഔട്ടായി പോയതെന്ന് പോലും പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ കാര്യം എന്താണ്? അവർക്കിത് കൊടുക്കാനുള്ള ധൈര്യക്കുറവോ അല്ലെങ്കിൽ സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടോ ആയിരിക്കാം. പക്ഷെ അവരിത് കൊടുത്തിരുന്നെങ്കിൽ അവരും ഈ പറഞ്ഞ കണക്ക് അവസാന അവസരത്തിൽ ഈ അവസാന സ്റ്റേജിൽ അവരെ നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും നമുക്ക് ഒരു ചെറിയൊരു സങ്കടം എന്നുള്ളത് ഇനി അടുത്ത വർഷം തൊട്ട് ഒരു ബിഗ് ബോസിനകത്ത് കടക്കുന്ന ഒരാൾ ആദ്യം ചിന്തിക്കുന്നത് PR കൊടുക്കാൻ തന്നെയായിരിക്കും. ഈ PR കൊടുക്കുമ്പോഴത്തേക്കും ഇന്ന് 16 ലക്ഷം ആണെങ്കിൽ അടുത്ത വർഷം അത് എത്ര ലക്ഷത്തിലേക്ക് മാറുമെന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അപ്പൊ അത്രയും കൊടുക്കാൻ സാധിക്കുന്ന ഒരാളെ വിന്നറാക്കാൻ കഴിയുമെന്നുള്ളത് PR അത് ഉറപ്പ് കൊടുക്കുന്നുണ്ടാവും. അപ്പം ഇനി ഈ പറഞ്ഞ പോലെ ഈ ബിഗ് ബോസ് പോലുള്ള ഇപ്പൊ ഞാൻ അടക്കമുള്ള ആൾക്കാരൊക്കെ ബിഗ് ബോസിലേക്ക് കടക്കുന്നത് ഒരു വിന്നർ ആവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ. പക്ഷെ ആ വിന്നർ ആകാൻ സാധിക്കാതെ പോകുന്നത് ഒരു പക്ഷേ ഈ PR ഇല്ലാത്തതിന്റെ പേരിലാണെന്നുള്ളൊരു തോന്നല് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നാദിര, ഇപ്പം ഈ ബിഗ് ബോസിലേക്ക് വരുന്ന എല്ലാവർക്കും അറിഞ്ഞൂടെ ഇത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പൊ നിങ്ങൾ 100 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ തയ്യാറെടുക്കുന്ന പോലെ തന്നെ ഈ PR എന്ന് പറയുന്ന ഏരിയയിലും വളരെ കാര്യമായ ഒരു തയ്യാറെടുപ്പ് വേണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇപ്പൊ എല്ലാവരും അറ്റ്ലീസ്റ്റ് ഈ സീസൺ 7-ലെങ്കിലും എല്ലാവരും അത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ വന്നിട്ടുള്ളത്? ഉറപ്പായിട്ട് അത് അറിഞ്ഞുകൊണ്ടാണ് പോണത്. പക്ഷെ ഈ പറഞ്ഞതൊക്കെ സാമ്പത്തികമായിട്ട് ഇല്ലാത്ത ആളുകൾ എന്താ ചെയ്യും എന്നുള്ളതല്ലേ. അപ്പൊ അവർക്ക് കഴിവുണ്ടാവും, അവർ കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ടാവും, ബിഗ് ബോസ് ആവശ്യപ്പെടുന്ന എല്ലാ രീതിയിലും ഗെയിം കളിക്കുന്നുണ്ടാവും, ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ വോട്ടിംഗിലേക്ക് എത്തുന്ന സമയത്ത് ഈ മറ്റു ഇടങ്ങളിൽ നിന്ന് വരുന്ന ഇപ്പൊ ബൾക്കായിട്ട് വരുന്ന വോട്ടിംഗ് അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പം ഇതിനൊരു പോസിറ്റീവ് സൈഡ് ഞാൻ ചോദിക്കട്ടെ നാദിര. ഇന്നലെ ഈ ഫിനാലെ വേദിയിൽ അവർ തന്നെ പറയുന്നു ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വോട്ടിംഗ് നമ്പേഴ്സ് 38 lakhs, അത് കഴിഞ്ഞ സീസണിന്റെ ഏതാണ്ട് ഇരട്ടി. ഒരു പക്ഷേ ഈ PR ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങനെ ബിഗ് ബോസ് സ്ഥിരമായി കാണാറുള്ള ഒരാളായിരുന്നില്ല. പക്ഷേ ഈ ബിഗ് ബോസിന്റെ എല്ലാ അപ്ഡേറ്റ്സും ഞാൻ കാണുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഈ സംഭവങ്ങൾ മുഴുവൻ അറിയാവുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം PR ആക്ടിവിറ്റികളുടെ ഭാഗമായി വരുന്ന ഫീഡിൽ വരുന്ന പോസ്റ്റുകളിലൂടെ ആയിരുന്നിരിക്കണം. അപ്പം അങ്ങനെ ബിഗ് ബോസ് കാണാത്ത ആളുകളിലേക്കും ഇതെത്തുക, അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ വ്യൂവർഷിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ TV-യിലേക്ക് പോവുക, ആ രീതിയിൽ ഈ ഇത് നടത്തുന്ന ആളുകളെ സംബന്ധിച്ച്, ഈ കമ്പനിയെ സംബന്ധിച്ച് ഇതൊരു വലിയ ഹിറ്റായി മാറാൻ ഈ PR കാരണമായിട്ടുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായും ഇത് പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരതിനെ പ്രോത്സാഹിപ്പിക്കും അല്ലേ?
ഈ പറഞ്ഞ പോലെ പി ആറിന് രണ്ട് വശങ്ങളുണ്ട്. ഈ പറഞ്ഞ ചേച്ചി പറഞ്ഞ കണക്ക് പി ആർ നമുക്ക് വോട്ടിംഗിലേക്ക് ഒരു മാനിപ്പുലേഷൻ നടത്താനും സാധിക്കും. രണ്ടാമതൊരു പി ആറും കൂടി ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ വെറുതെ നടന്നുപോയ ഒരു സാഡ് BGM ഒക്കെ ഇട്ട് നമ്മളെ ഭയങ്കര ഒറ്റപ്പെടുത്തുന്നതായിട്ട് നമുക്ക് അങ്ങനെ ഒരു മാനിപ്പുലേഷൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പം ഈ ബിഗ് ബോസ് സ്ഥിരം കാണാത്ത ആളുകൾക്ക് ഒരു പക്ഷെ റീൽസിലും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും കാണുന്ന ഒരാൾക്ക് പാവ ഈ കുട്ടിയെ ഒറ്റപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടി കരയുമ്പോൾ കുറച്ചും കൂടി സോങ് ഒക്കെ ഇട്ട് സ്ലോ മോഷൻ ഒക്കെ ഇട്ട് അങ്ങനെ ഒരു വലിയൊരു മാനിപ്പുലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കത് പി ആറിലൂടെ സാധിക്കും. അങ്ങനെ രണ്ട് തരത്തിലുള്ള പി ആർ ഉണ്ട്. അപ്പം ഇൻസ്റ്റഗ്രാം വഴി ഒരാളെ നെഗറ്റീവ് ആയിരിക്കുന്ന ഒരാളെ പോസിറ്റീവ് ആക്കാനും, ഇല്ലെങ്കിൽ നമുക്ക് വോട്ടിംഗിലേക്ക് ബൾക്കായിട്ട് വോട്ടിംഗ് കൊടുക്കാനും സാധിക്കും. പക്ഷെ ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾ ഒന്ന് റീതിങ്ക് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം അവരത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്യാൻ തയ്യാറെടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ പി ആറിന്റെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ പി ആർ നടത്തുന്ന മറ്റ് ഇടപെടലിലേക്ക് നമുക്കൊന്ന് ഒഴിവാക്കി നമുക്കൊന്ന് ചിന്തിച്ച് വോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ സീസണിൽ വിന്നറായ കുട്ടിയൊക്കെ വിന്നറാവാൻ ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി തന്നെയാണ് അനുമോൾക്ക് വിന്നർ ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷെ പി ആറിന്റെ ഗെയിമുകളും സ്ട്രാറ്റജികളും പി ആർ നടത്തിയിട്ടുള്ള മാനിപ്പുലേഷൻ ഭയങ്കര ഒരു വൃത്തികെട്ടൊരു മാനിപ്പുലേഷൻ ആയിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എവിടെയെങ്കിലൊക്കെ അനുമോൾക്കും തെറ്റിപ്പോകുന്ന സമയത്ത് അനുമോളുടെ തെറ്റിദ്ധാരണകളെ, അനുമോളുടെ തെറ്റിദ്ധരിപ്പിക്കലൊക്കെ മാറ്റി അനുമോളെ പോസിറ്റീവായിട്ട് കാണിക്കുമ്പോൾ അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മറ്റൊരാളെ അവർ വൃത്തികെട്ട ഒരു ഗെയിമറായിട്ട് ചിത്രീകരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് അവസാന വിഷയം എടുത്താൽ പോലും ആദിലയും നൂറയും അനുമോളും അവർക്കിടയിൽ ഉണ്ടായ ഒരു പ്രശ്നത്തെ വളരെ കണ്ടോളിന്റെ എല്ലാവർക്കും കൃത്യമായിട്ട് പ്രശ്നം മനസ്സിലായി. പക്ഷെ ഒരു കയ്യിലെ ഒരു ലിപ്സ്റ്റിക്കിന്റെ ഒരു ബോട്ടിൽ കാണിച്ചിട്ട് അത് ബോട്ടിലല്ലാതെ ടിഷ്യൂ പേപ്പറാണ് അത് കൊണ്ട് കളയാൻ പോകുന്നു എന്നുള്ളത് അനുമോളുടെ പി ആർ നടത്തുന്ന സമയത്ത് നൂറ എന്ന് പറയുന്ന വ്യക്തിക്ക്, സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാർക്ക് മാത്രം കേട്ടോ, സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാർക്ക് നൂറ ഒരു വൃത്തികെട്ട ഒരു ഗെയിമറായിട്ട് മാറും അവിടെ. അതായത് പി ആറിന്റെ പ്രശ്നമാണ്. പി ആർ അങ്ങനെ അനുമോളെ സേഫ് ആക്കാൻ നോക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് അത് വലിയ ബുദ്ധിമുട്ട്, വലിയൊരു സൈബർ ബുള്ളിങ് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതിപ്പോ ഇപ്പോഴെന്നല്ല, ഈ സീസൺ തുടങ്ങുന്ന സമയം തൊട്ടേ അനുമോളുടെ പി ആർ പലവട്ടമായിട്ട് പല കണ്ടസ്റ്റൻസിനെയും ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പം അവരും അത് ഭാവിയിൽ അനുഭവിക്കേണ്ടി വരും. കാരണം സീസൺ തീരുന്നു, പലരും റീഎൻട്രി നടത്തുന്ന സമയത്ത് ഈ വിഷയങ്ങളെ പറ്റി സംസാരിക്കുന്നു. അതൊക്കെ പി ആർ ഭയങ്കരമായിട്ട് അവർക്ക് നാളെ ഒരു പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ പോലും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ബിഗ് ബോസ് എന്നുള്ള ലൈഫ്, ബിഗ് ബോസിൽ പോസിറ്റീവായിട്ട് ഇറങ്ങിയ ഒരാളാണ് ഞാൻ. അതെനിക്ക് 110% പോസിറ്റീവായിട്ട് ഇറങ്ങിയ ഒരാളാണ്. എനിക്ക് നെഗറ്റീവ് വളരെ കുറവായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു തോന്നുന്നില്ല. പക്ഷേ അതുകൊണ്ട് ഓപ്പോസിറ്റ് നിന്ന ആളുടെ അവസ്ഥ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ ഞങ്ങളുടെ സീസൺ തൊട്ട് ഇങ്ങനെ മുന്നത്തെ എല്ലാ സീസണുകളിലും വന്നു പോയിട്ട് ലൈഫ് തകർന്നു പോയ മനുഷ്യരടക്കം എനിക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ സീസണിൽ കുറച്ചും കൂടി ഗുരുതരമായ ഒരു വിഷയം കൂടി ഉണ്ടെന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഒരാൾ നല്ലത്, മറ്റേയാൾ മോശം, മറ്റേയാൾ ചതിക്കുന്നവൾ, വഞ്ചകി, അല്ലെങ്കിൽ ആ തരത്തിൽ ഈ ലേബലിംഗ് ഭയങ്കര കാര്യമായിട്ട് ഇത്തവണ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതിപ്പോ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി കൂടുതലാണ്. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് ഒക്കെ ഈ പറഞ്ഞതൊക്കെ ഒരാളെ നല്ലതാക്കാൻ കാണിക്കുന്ന പി ആറുകൾ നല്ലതാക്കി കാണിച്ചുകൊണ്ട് മറ്റാളെ വൃത്തികെട്ട ഒരാളാക്കുന്നുണ്ട്. സാധാരണ ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ചിലപ്പോൾ 2 വർഷത്തും ചിന്തിക്കുമ്പോൾ തെറ്റും ശരിയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ 100 ദിവസം ഒരാൾ ശരി ചെയ്തു എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ 100 ദിവസം ഒരാൾ ശരി ചെയ്തതുപോലെയാണ് പി ആറുകൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെ? നമ്മൾ പലപ്പോഴും ഇപ്പം ഫൈനൽ എത്തിയിരിക്കുന്ന പലരിലും ആൾക്കാരൊക്കെ തന്നെ അവർ ചിലരുടെ പി ആറുകൾ വളരെ കൃത്യമായിട്ട് അവർ നല്ലവരാക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ വൃത്തികെട്ട രീതിയിലാക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ കണക്ക് മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ വീഡിയോ ക്രിയേഷന്റെ ഒക്കെ ഭാഗമാണ്. അത് പി ആറിന്റെ ഒരു സക്സസ് എന്നൊക്കെയാണെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ബുദ്ധിമുട്ട് നമ്മൾ ഇത്രയും നേരം ഞാൻ ഇരുന്നത് മോശം കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ, പക്ഷെ ഒരു നല്ല കാര്യം പറയാതെ വയ്യ. അത് ഇപ്പോൾ നാദിറയ്ക്ക് തന്നെ നേരിട്ട് അനുഭവമുള്ള കാര്യമായിരിക്കും. നാദിറെ പോലെ ഒരു കുട്ടിയെ, ഒരു ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കുട്ടിയെ എങ്ങനെയാണ് ഈ സമൂഹം പിന്നീട് സ്വീകരിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. നാദിറയ്ക്ക് കിട്ടിയ ആക്സെപ്റ്റൻസ് കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഒരു ലെസ്ബിയൻ കപ്പിൾ ആദ്യമായിട്ടായിരുന്നു ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത്. ആദില, നൂറ എന്നൊക്കെ പറയുന്ന ആ കപ്പിൾ ഒരു സാധാരണ 2 മനുഷ്യന്മാരെ പോലെ തന്നെയാണ് എന്നൊരു ഫീൽ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കുറച്ച് ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ നെവിൻ്റെ ഐഡന്റിറ്റി എന്താണെന്ന് വ്യക്തമാക്കാതെയും നിൽക്കാം, ഇത് ഇന്നതാവണമെന്ന് പറയണം എന്നൊന്നുമില്ല. അങ്ങനെ ആ രീതിയിൽ നമ്മുടെ മലയാളി സമൂഹത്തിലേക്ക് കുറച്ച് നല്ല മെസ്സേജസ് കൊടുക്കാനും കഴിയുന്നു എന്നതുകൂടി നമ്മൾ പറയണം, അല്ലേ? അതുപോലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരിലേക്ക് അഡ്രസ്സിങ് ഭയങ്കരമായിട്ട് നടന്നു. ഇപ്പൊ ഞാനടക്കമുള്ള ആൾക്കാരൊക്കെ വന്നു പോയപ്പോൾ ആ സമൂഹത്തിന് കുറച്ചും കൂടി ഒരു വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ
ഈ വിസിബിലിറ്റിക്ക് അപ്പുറത്തേക്ക് ഒരു സൈബർ ബുള്ളിങ്ങും ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു പക്ഷേ വളരെ വ്യക്തമായിട്ട് എന്റെ കൂടെ നിൽക്കുന്ന എല്ലാ മനുഷ്യർക്കും അത് മനസ്സിലായി കാണും. കാരണം സൈബർ ബുള്ളിങ് ഭയങ്കര കൂടുതലായിരുന്നു സൈബർ ഇടത്ത്. പക്ഷെ അത് ബിഗ് ബോസ് നിൽക്കുന്ന സമയത്തല്ല, അതിന് ശേഷമുള്ള ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് സൈബർ ബുള്ളിങ്ങിനും കൂടി വിധേയമാണ്. അതിപ്പോ ഒരു പക്ഷെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ അനുഭവിക്കേണ്ടി വരാം. സെലിബ്രിറ്റി ആവുന്നതിന്റെ ഒരു ഭാഗം കൂടി ആവാം. ഭാഗമാണ്. പക്ഷെ ജെൻഡർ അധിക്ഷേപം ഒക്കെ കൂടുതലായി പോയി ബിഗ് ബോസിന് ശേഷം എന്നുള്ളത്. പക്ഷെ അതിന് അപ്പുറത്തേക്ക് നാദിര വളരെ സക്സസ്ഫുൾ ആയി സമൂഹത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നാദിര അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അത് അഭിമാനത്തോടു കൂടി തന്നെ പറയാം. അവിടെ നിന്ന് കളിച്ച് ഫൈറ്റ് ചെയ്ത് ഒരു സക്സസ്ഫുൾ ആയി പുറത്തേക്ക് വന്ന ഒരാളെന്ന നിലയ്ക്ക് നാദിര ഒരു മാതൃകയാണ്. അങ്ങനെയും ഉണ്ടാകാം എന്നതിന് ഒരു നല്ല മാതൃകയാണ്. താങ്ക് യു നാദിര. സൈബർ ബുള്ളിംഗ് ഒക്കെ ഉണ്ടായാൽ പോലും നമ്മൾ മൈൻഡ് ചെയ്തെന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. വളരെ സന്തോഷം. നാദിര മെഹറിനാണ് നമ്മളോടൊപ്പം ചേർന്നതും വളരെ വിശദമായി സംസാരിച്ചത്. എന്തായാലും ബിഗ് ബോസ് സീസൺ 7 ചർച്ചകൾ അത്ര പെട്ടെന്ന് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇത്തവണത്തെ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് മുഴുവൻ പോകുന്നത് PR ആണ്. എല്ലാവർക്കും ഉണ്ട് PR. പക്ഷേ ജയിച്ച ആളുടെ PRനെ മാത്രം പറയേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യം, ഇപ്പുറത്ത് PR കൊണ്ട് മാത്രമാണോ അയാൾ ജയിച്ചത് എന്ന് മറു ചോദ്യം. ചർച്ചകൾ തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല.